ഹലോ ഗൈസ്, കൊമേഴ്സ് ലോഗ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ പ്രൈസിങ് മെത്തേഡ്സ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. കോസ്റ്റ് ബേസ്ഡ് പ്രൈസിങ്ങും കോമ്പറ്റീഷൻ ബേസ്ഡ് പ്രൈസിങ്ങും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി വരുന്നതാണ് വാല്യൂ ബേസ്ഡ് പ്രൈസിങ്. വാല്യൂവിനെ ബേസ് ചെയ്ത് നമ്മൾ പ്രൈസിങ് ഡിസിഷൻ എടുക്കുക. ദിസ് മെത്തേഡ് യൂസസ് കൺസ്യൂമേഴ്സ് പെർസീവ്ഡ് വാല്യൂ ടുവേഴ്സ് എ പ്രൊഡക്റ്റ് ടു സെറ്റ് എ പ്രൈസ്. ഒരു കസ്റ്റമർ ഒരു പ്രൊഡക്റ്റിന് മേൽ ഒരു വാല്യൂ കൊടുക്കും. ചിലപ്പം കസ്റ്റമറിൻ്റെ എന്താ പറയുക, ലോയലിറ്റി കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ വേറെ കസ്റ്റമറിൻ്റെ പ്രിയപ്പെട്ട ഒരാളുടെ റെക്കമെൻഡേഷൻ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ പ്രൈസ് റീസണബിൾ ആണെന്ന് തോന്നിയത് കൊണ്ടായിരിക്കാം. കസ്റ്റമറിൻ്റെ മനസ്സിൽ ആ ഒരു പ്രൊഡക്റ്റിന് വാല്യൂ ഉണ്ടാക്കി കൊടുക്കുന്ന രീതിയിലുള്ള പ്രൈസ് ഫിക്സ് ചെയ്താൽ ആ ഒരു മെത്തേഡിന് പറയുന്ന പേരാണ് വാല്യൂ ബേസ്ഡ് പ്രൈസിങ്. ഓക്കെ, വാല്യൂ ബേസ്ഡ് പ്രൈസിങ്ങിൽ വരുന്നതാണ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ, പ്രൈസ് സ്കിമ്മിങ്, പെനട്രേഷൻ പ്രൈസിങ്, സൈക്കോളജിക്കൽ പ്രൈസിങ്. ഓക്കെ, ഒരു പുതിയ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൈസിങ് സ്ട്രാറ്റജീസും ഇത് തന്നെയാണ്. യൂഷ്വലി നമ്മൾ വാല്യൂ ബേസ്ഡ് പ്രൈസിങ് പുതിയൊരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്, അല്ലാത്തപ്പോഴും ഉപയോഗിക്കാറുണ്ട്. എന്നിരുന്നാൽ ഈ പ്രൈസ് ഡിസ്ക്രിമിനേഷനും പ്രൈസ് സ്കിമ്മിങ്ങും പെനട്രേഷൻ പ്രൈസിങ്ങും ഒക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഒരു പുതിയ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുമ്പോഴാണ്. ഫസ്റ്റ്ലി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്നാണെന്ന് നോക്കാം. പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ഈസ് ദ പ്രാക്ടീസ് ഓഫ് ചാർജിങ് ഡിഫറെൻറ്റ് പ്രൈസസ് ടു ഡിഫറെൻറ്റ് കസ്റ്റമേഴ്സ് ഫോർ സെയിം പ്രൊഡക്റ്റ് ഓർ സർവീസ് ബേസ്ഡ് ഓൺ വേരിയസ് ഫാക്ടേഴ്സ് സച്ച് എസ് ലൊക്കേഷൻ, ടൈം ഓഫ് പർച്ചേസ്, കൺസ്യൂമർ ക്യാരക്ടറിസ്റ്റിക്സ് എക്സെട്ര. നമ്മൾ കസ്റ്റമറിൻ്റെ ഏജ് അല്ലെങ്കിൽ ജെൻഡർ അല്ലെങ്കിൽ കസ്റ്റമറിൻ്റെ ലൊക്കേഷൻ അല്ലെങ്കിൽ കസ്റ്റമർ ഈ ഒരു സാധനം വാങ്ങുന്ന സമയം, ഇതിൻ്റെയൊക്കെ ബേസിൽ നമ്മൾ പലരുടെ അടുത്തുനിന്നും പല കാശിന് സാധനം വാങ്ങുന്നു. ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ, ആമസോണിലൊക്കെ ഓഫർ നോക്കി അറിയാം. ഇന്ന് വാങ്ങിച്ചാൽ ഒരു വില, നാളെ വാങ്ങിച്ചാൽ മറ്റൊരു വില. അത് പ്രൈസ് ഡിസ്ക്രിമിനേഷനാണ്. പല സമയത്ത് വാങ്ങുന്നവരുടെ അടുത്തുനിന്ന് പല കാശ്. അല്ലെങ്കിൽ നമ്മൾ ഗൾഫിൽ നിന്ന് ലാപ്ടോപ്പ് വാങ്ങുന്ന വിലയല്ല ഇവിടുന്ന് ലാപ്ടോപ്പ് വാങ്ങുന്നത്, പല സ്ഥലത്തുനിന്ന് വാങ്ങുമ്പോൾ പല വില. അപ്പം ഇങ്ങനെയുള്ള പ്രൈസ് ഡിസ്ക്രിമിനേഷൻ പ്രാക്ടീസ് ഒരു സൈക്കോളജിയാണ്. ഒരു ഇന്ന് വാങ്ങിച്ചാൽ വില കുറവാണ് എന്നൊരു സൈക്കോളജി ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇന്ന് സാധനം വാങ്ങുന്നത്. അല്ലെങ്കിൽ ശരിക്കും നമുക്ക് ഈ സാധനം ഒരാഴ്ച കഴിഞ്ഞ് ആവശ്യമുണ്ടായിരിക്കും, പക്ഷേ ഫ്ലിപ്കാർട്ടിൽ ഓഫർ ഇന്ന് തീരും, സോ ഇന്ന് തന്നെ വാങ്ങണമെന്ന് നമുക്ക് തോന്നുന്നത് ആ ഒരു പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ഫോളോ ചെയ്യുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഗൾഫിൽ നിന്ന് നമ്മളൊരു ലാപ്ടോപ്പ് അല്ലെങ്കിൽ നമ്മുടെ വെഹിക്കിൾ എന്തെങ്കിലും ഓർഡർ ചെയ്യണമെന്ന് നമ്മൾ വിചാരിക്കുന്നത് അവിടെ വില കുറവാണെന്ന് ആ ഒരു സൈക്കോളജി വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ്. സോ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ഒരു സൈക്കോളജി ബേസ്ഡ് പ്രൈസിംഗ് ആണ്. It allows business to maximize profit by capturing consumer surplus, exploiting differences in willingness to pay. നമ്മുടെ വില്ലിങ്നെസ് ടു പേയുടെ ഡിഫറൻസ് എക്സ്പ്ലോയിറ്റ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇപ്പം നമുക്ക് എത്ര കാശായാലും വേണ്ടില്ല, ആവശ്യമുള്ളപ്പോൾ മതി എന്നെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് അവർ കൂടുതൽ ചാർജ് ചെയ്യും. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ 5 സ്റ്റാർ ഹോട്ടലും സാധാ ഒരു തട്ടുകടയിൽ നോക്ക്, രണ്ടിടത്ത് ഫുഡാണ് കിട്ടുന്നത്. ഒരുപാട് കൊടുക്കാൻ പണമുള്ളവരുടെ അടുത്തുനിന്ന് കൂടുതൽ ചാർജ് ചെയ്ത് ഫുഡ് കൊടുക്കുന്നു, കുറച്ച് പൈസയുള്ളവരുടെ അടുത്തുനിന്ന് കുറച്ച് ചാർജ് ചെയ്ത് ഫുഡ് കൊടുക്കുന്നു. അപ്പം കസ്റ്റമറിൻ്റെ ആ ഒരു കാശിൻ്റെ സർപ്ലസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന പ്രൈസിങ് മെത്തേഡാണ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. എക്സാമ്പിൾസ് ഇൻക്ലൂഡ് സ്റ്റുഡൻറ്റ് ഡിസ്കൗണ്ട്, സ്റ്റുഡൻസിന് ഡിസ്കൗണ്ട്, അല്ലെങ്കിൽ സീനിയർ സിറ്റിസണ് സ്പെഷ്യൽ ഡിസ്കൗണ്ട്. ഇങ്ങനെയുള്ളതൊക്കെ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ്റെ എക്സാമ്പിളായിട്ട് വരും. ഡിസ്പൈറ്റ്സ് ഇറ്റ്സ് പൊട്ടൻഷ്യൽ ബെനിഫിറ്റ്സ് ഫോർ ബിസിനസ്, പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ക്യാൻ റേസ് കൺസേൺസ് അബൌട്ട് ഫെയർനെസ് ആൻഡ് ഇക്വിറ്റി എമോങ് കസ്റ്റമേഴ്സ്. അപ്പം ഒരു ഇക്വിറ്റിക്കൊക്കെ എതിരായിട്ടുള്ള ഒരു മെത്തേഡ് ഓഫ് പ്രൈസിങ് ആണ് ഇതെന്നും പറയാം. എന്നിരുന്നാലും ബിസിനസ് ഒരുപാട് യൂസ് ചെയ്യുന്ന മെത്തേഡാണ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. പലരുടെ അടുത്തുനിന്ന് പല പ്രൈസ് ചാർജ് ചെയ്യുന്നു. അടുത്തൊരു മെത്തേഡാണ് പ്രൈസ് സ്കിമ്മിങ്. ഇതും പ്രൈസ് ഡിസ്ക്രിമിനേഷൻ്റെ വേറൊരു ഫോമാണ്. പ്രൈസ് സ്കിമ്മിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൺ ദ റിലീസ് ഓഫ് എ ന്യൂ പ്രൊഡക്റ്റ് a very high price is set at first in order to maximize profit by selling to product to early buyers. ഓക്കെ, ഒരു പുതിയ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ തന്നെ വാങ്ങാനിരിക്കുന്നവരുണ്ട്. ഏറ്റവും ഫസ്റ്റ് എനിക്ക് വാങ്ങണം, അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഔട്ട്ഡേറ്റഡ് ആവുന്നതിന് മുമ്പ് തന്നെ വാങ്ങണം. അങ്ങനെ വിചാരിച്ചിരിക്കുന്നവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സ്ട്രാറ്റജിയാണ് പ്രൈസ് സ്കിമ്മിങ്. ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഹൈ പ്രൈസ് ചാർജ് ചെയ്യും, പിന്നെ പയ്യെ അതിൻ്റെ ഡിമാൻഡ് കുറയുന്നതനുസരിച്ചിട്ട് ബാക്കിയുള്ളവർക്കും കൂടെ വാങ്ങാൻ പറ്റുന്ന രീതിയിൽ ലോ പ്രൈസ് ആക്കും. ഓക്കെ, ഇത് സ്യൂട്ടബിൾ ആവുന്ന എസ്റ്റാബ്ലിഷ്ഡ് ബ്രാൻഡിങ് ആണ്. ആപ്പിളാണ് വെൽ നോൺ എക്സാമ്പിൾ. ആപ്പിളിൻ്റെ പുതിയ മോഡൽസ് ലോഞ്ച് ചെയ്യുമ്പോൾ ഹൈ പ്രൈസിനായിരിക്കും. അടുത്തൊരു മോഡൽ വരുമ്പോഴത്തേക്കും ഇതിന് തൊട്ട് മുമ്പ് ഏതാണോ മോഡൽ അതിൻ്റെ വില കുറയും.
എസ്റ്റാബ്ലിഷ്ഡ് ബ്രാൻഡ്സിന് മാത്രമേ ഈ ഒരു പ്രൈസ് സ്കിമ്മിങ് നമുക്ക് പ്രോഫിറ്റബിൾ ആയിട്ട് അഡോപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അടുത്തൊരു മെത്തേഡാണ് പെനട്രേഷൻ പ്രൈസിങ്. പ്രൈസ് സ്കിമ്മിങ്ങിൻ്റെ നേരെ ഓപ്പോസിറ്റ് മെത്തേഡാണ് പെനട്രേഷൻ പ്രൈസിങ്. പെനട്രേഷൻ പ്രൈസിങ്ങിൽ എൻട്രി ടൈമിൽ ലോവർ പ്രൈസ് ആയിരിക്കും ചാർജ് ചെയ്യുന്നത്, പിന്നീട് പയ്യെ പ്രൈസ് കൂട്ടും. ഓക്കെ, ന്യൂ എൻട്രൻസിനൊക്കെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണിത്. നമ്മൾ ആദ്യമായിട്ടൊരു മാർക്കറ്റിലോട്ട് എൻ്റർ ചെയ്യാൻ നമ്മുടെ പേര് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടില്ല, അപ്പം നമ്മൾ മാക്സിമം വില കുറച്ച് കൊടുക്കുന്നു. അപ്പോൾ വില കുറച്ച് കൊടുക്കുമ്പോൾ വിലക്കുറവാണല്ലോ എന്ന് ഓർത്ത് കുറച്ച് പേര് നമ്മുടെ സാധനം വാങ്ങും. അവർക്ക് നമ്മുടെ സാധനം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർ ലോയലാവും, അവർ ബാക്കിയുള്ളവരോട് പറയാൻ തുടങ്ങും. അങ്ങനെ പയ്യെ ഒന്ന് കച്ചവടമായി വരുമ്പോഴത്തേക്കും നമ്മൾ പയ്യെ നമ്മുടെ പ്രൈസ് കൂട്ടി തുടങ്ങും. അങ്ങനെ ഒരു മെത്തേഡാണ് പെനട്രേഷൻ പ്രൈസിങ്. ഇത് അഗ്രസീവ് പ്രൈസിങ് എന്നും പറയാറുണ്ട്. കാരണം നമ്മൾ ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ ലോസിൽ നിന്നായിരിക്കും സാധനം വിൽക്കുന്നത്. നമുക്ക് ഒന്നും റിട്ടേൺ ആയിട്ട് കിട്ടാത്ത ഒരു സ്റ്റേജിൽ നിന്നായിരിക്കും നമ്മൾ സെയിൽസ് നടത്തുന്നത്. ജിയോ ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് ഈ ഒരു മെത്തേഡായിരുന്നു. കാരണം ഫസ്റ്റ് അവർ എല്ലാവർക്കും ഫ്രീ ആയിട്ട് കോൾ നെറ്റ് നൽകി, അവർക്ക് 0 പ്രോഫിറ്റ് ആയിരുന്നു. പിന്നെയാണ് അവർ പ്രൈസ് കൂട്ടി ആ ഒരു മാർക്കറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷമാണ് പ്രൈസ് കൂട്ടി അവർ ഇതായത്. ഓക്കെ, വാല്യൂ ബേസ്ഡ് പ്രൈസിങ്ങിലെ ഫോർത്ത് ഒരു മെത്തേഡാണ് സൈക്കോളജിക്കൽ പ്രൈസിങ്. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ, കൺസ്യൂമറിൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിനെ സാധനം വാങ്ങാൻ പ്രേരിപ്പിക്കുന്ന രീതിയിൽ പ്രൈസ് ചാർജ് ചെയ്യുന്ന മെത്തേഡാണിത്. എക്സാമ്പിൾസാണ് ക്രിട്ടിക്കൽ നമ്പർ പ്രൈസിങ്. ഒരു ക്രിട്ടിക്കലായിട്ടുള്ള നമ്പർ, അതായത് 799 ചാർജ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഒരു കുറഞ്ഞ എമൗണ്ട് പോലെ തോന്നും. 800 പകരം 799 ചാർജ് ചെയ്യുക. അപ്പം നമ്മുടെ മനസ്സിൽ തന്നെ തോന്നും, ഓക്കെ, 800 ഇല്ലല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ ഈ പ്രൊഡക്റ്റ് വാങ്ങും. അപ്പോൾ നമ്മുടെ മനസ്സിന് കുറഞ്ഞ വിലയാണെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു പ്രൈസ് നമ്പർ ഫിക്സ് ചെയ്യുന്നതാണ് ക്രിട്ടിക്കൽ നമ്പർ പ്രൈസിങ്. അതുപോലെ വൺ പ്രൈസിങ് സെല്ലിങ്, എല്ലാ കസ്റ്റമേഴ്സിനും സെയിം പ്രൈസ് ചാർജ് ചെയ്യുക. അത് കസ്റ്റമറിന് ഒരു ഇംപ്രഷൻ ഉണ്ടാകും, ഓക്കെ എല്ലാവർക്കും സെയിം പ്രൈസാണ്, അപ്പോൾ ഈ ഒരു കമ്പനി എന്നെ ഒരിക്കലും എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നില്ല, എല്ലാവരെയും ഈക്വലായിട്ട് കരുതുന്ന ഒരു കമ്പനിയാണ്. അങ്ങനെ ഒരു ഇംപ്രഷൻ കസ്റ്റമറിൻ്റെ മനസ്സിലുണ്ടാക്കുന്ന ഒരു പ്രൈസിങ് സ്ട്രാറ്റജിയാണ് വൺ പ്രൈസിങ് സെല്ലിങ്. അതുപോലെ പ്രൈസ് ക്വാളിറ്റി റിലേഷൻഷിപ്പ് വരുന്ന ഒരു പ്രൈസിങ് സ്ട്രാറ്റജി. ഒരു കമ്പനിയുടെ കയ്യിൽ 2 പ്രൊഡക്റ്റും ഉണ്ടാകും. ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റ്, ഹൈ പ്രൈസുള്ള പ്രൊഡക്റ്റും കാണും. അതുപോലെ ലോ ക്വാളിറ്റി, ലോ പ്രൈസുള്ള അതിൻ്റെ ഒരു ലോ ക്വാളിറ്റി വേരിയൻറ്റും കാണും. ഇതിലൂടെ നമുക്ക് എല്ലാ കസ്റ്റമേഴ്സിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൈസിങ് സ്ട്രാറ്റജിയാണ് പ്രൈസ് ക്വാളിറ്റി റിലേഷൻഷിപ്പ്. അതുപോലെ മൾട്ടിപ്പിൾ യൂണിറ്റ് പ്രൈസിങ്. ഇപ്പം ഒരു പേന വാങ്ങിച്ചാൽ ഇത്ര രൂപ, അതിന് പകരം 3 പേന ഒരുമിച്ച് വാങ്ങിച്ചാൽ 10 രൂപ കുറവ്. മൾട്ടിപ്പിൾ യൂണിറ്റ് വാങ്ങുന്നതിന് നമുക്ക് ഓഫർ കൊടുക്കുന്നതാണ് മൾട്ടിപ്പിൾ യൂണിറ്റ് പ്രൈസിങ്. ഇത് കസ്റ്റമേഴ്സിൻ്റെ സൈക്കോളജി ഇൻഫ്ലുവൻസ് ചെയ്യും. അവർ 3 പേന ഒരുമിച്ച് വാങ്ങിച്ചാൽ ലാഭമാണല്ലോ എന്നോർത്ത് അവർ കൂടുതൽ സാധനം വാങ്ങാനായിട്ട് ഇത് സഹായിക്കും. അതുപോലെ ഓഡ് ബോൾ പ്രൈസിങ്. നമ്മൾ എന്തെടുത്താലും 100 രൂപ, എന്തെടുത്താലും 100, അങ്ങനെ ഒരു പ്രൈസിങ് ആണ് ഓഡ് ബോൾ പ്രൈസിങ്. നമ്മൾ എടുക്കുന്ന സാധനത്തിൻ്റെ കോസ്റ്റുമായിട്ട് യാതൊരു ബന്ധവും കാണില്ല, പക്ഷെ എന്തെടുത്താലും 100 രൂപ, എന്തെടുത്താലും 50 രൂപ, അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ആ ഒരു സാധനം വാങ്ങാനായിട്ട് പോകുമല്ലോ. ആ ഒരു പ്രൈസിങ് സ്ട്രാറ്റജിയാണ് ഓഡ് ബോൾ പ്രൈസിങ്. അതുപോലെ തന്നെ ഇൻറ്റ്യൂട്ടീവ് പ്രൈസിങ്. ഇൻറ്റ്യൂട്ടീവ് പ്രൈസിങ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൻ്റെ ഫീൽ അനുസരിച്ച്, മാർക്കറ്റിൽ ഈ ഒരു പ്രൊഡക്റ്റിന് ഡിമാൻഡ് ഉണ്ടെങ്കിൽ വില കൂട്ടുക, ഇല്ലെങ്കിൽ കുറയ്ക്കുക. ആ ഒരു പ്രൈസിങ് ആണ് ഇൻറ്റ്യൂട്ടീവ് പ്രൈസിങ്. അടുത്തത് ഡബിൾ പ്രൈസിങ്. നമ്മൾ എപ്പോഴും കണ്ടിട്ടുള്ളതാണ്. ഇതിന് ആക്ച്വലി 5000 റുപ്പീസാണ് ഇന്ന്, അല്ലെങ്കിൽ ഈ ഒരു ടൈമിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കായതുകൊണ്ട് 4000-ന് തരും. ഡബിൾ പ്രൈസിങ്. ഒരു പ്രൈസ് ടാഗും കാണും, ചാർജ് ചെയ്യാനായിട്ട് വേറൊരു പ്രൈസിങ്ങും കാണും. അതും നമ്മുടെ സൈക്കോളജിയെ ഇൻഫ്ലുവൻസ് ചെയ്യും. നമ്മൾ ഓക്കെ ഓഫർ ഉണ്ടല്ലോ എന്നോർത്ത് സാധനം വാങ്ങും. അതുപോലെ മൾട്ടിപ്പിൾ പ്രൈസിങ് അഥവാ കളക്റ്റീവ് പ്രൈസിങ്. ഇപ്പം നമ്മൾ ആമസോണിലൊക്കെ നോക്കുവാണെങ്കിൽ ബോട്ട് ടുഗദർ, നമ്മൾ വാങ്ങുന്ന അതിൻ്റെ തന്നെ അടുത്തൊരു അഡീഷണൽ യൂണിറ്റ് ആയിരിക്കില്ല, റിലേറ്റഡ് ആയിട്ടുള്ള 2-3 ഐറ്റംസ് ഒരുമിച്ച് വാങ്ങിച്ചാൽ നമുക്ക് ഓഫർ കിട്ടുന്ന മൾട്ടിപ്പിൾ പ്രൈസിങ് മെത്തേഡ്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള സൈക്കോളജിക്കൽ പ്രൈസിങ്, ഹ്യൂമൻ അല്ലെങ്കിൽ കസ്റ്റമർ സൈക്കോളജീനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പ്രൈസിങ് സ്ട്രാറ്റജീസ്. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. വാല്യൂ ബേസ്ഡ് പ്രൈസിംഗ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. വാല്യൂ ബേസ്ഡ് പ്രൈസിങ്ങിൽ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ, പ്രൈസ് സ്കിമ്മിങ്, പ്രൈസ് പെനട്രേഷൻ, അതുപോലെ തന്നെ സൈക്കോളജി ബേസ്ഡ് പ്രൈസിങ്. സൈക്കോളജി ബേസ്ഡ് പ്രൈസിങ്ങിൽ തന്നെ പല മെത്തേഡുണ്ട്. ഒന്നെങ്കിൽ ക്രിട്ടിക്കൽ നമ്പർ ചാർജ് ചെയ്യാം,
അല്ലെങ്കിൽ എല്ലാവർക്കും ഒരേ പ്രൈസ് ചാർജ് ചെയ്യാം, അല്ലെങ്കിൽ ക്വാളിറ്റി അനുസരിച്ച് പ്രൈസ് മാറ്റാം, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ യൂണിറ്റ്സിന് പല പ്രൈസ്, അല്ലെങ്കിൽ എന്തെടുത്താലും 100 രൂപ എന്നുള്ള ഓഡ് ബോർഡ് പ്രൈസിങ്, അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ ഡിമാൻഡ് കൺസിഡർ ചെയ്തിട്ടുള്ള പ്രൈസിങ്, ഡബിൾ പ്രൈസിങ്, മൾട്ടിപ്പിൾ പ്രൈസിങ്.